വളരെ വളരെ പ്രശസ്തനായ ഒരു നടൻ മാത്രമല്ല, അയാൾ അറിയപ്പെടുന്ന ഒരു ഗായകൻ കൂടിയാണ്. പോരാത്തതിന് ചെറുപ്പക്കാരി പെൺപിള്ളേരുടെ എല്ലാം ഫേവറേറ്റുമാണ്. അങ്ങനെയുള്ള ഒരു നടൻ ഒരു സാധാരണപ്പെട്ട സ്കൂൾ പെൺകുട്ടിയുമായി പ്രണയത്തിലായാലോ? ഇവരുടെ പ്രണയം എങ്ങനെ സംഭവിച്ചു, അവസാനം അത് എങ്ങനെ കലാശിച്ചു, രണ്ടുപേർക്കും ഒന്നിക്കാൻ സാധിച്ചോ ഇല്ലയോ എന്ന കാര്യങ്ങൾ വളരെ വളരെ രസകരമായി പറഞ്ഞ ഒരു ചിത്രമാണ് 2020 റിലീസായ കിസ് മീ അറ്റ് ദ സ്ട്രോക്ക് ഓഫ് മിഡ് നൈറ്റ് എന്ന ജാപ്പനീസ് ചിത്രം. ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഒരു സ്കൂളിലെ കുറച്ച് വിദ്യാർത്ഥിനികൾ ഒരു നടന്റെ വീഡിയോ കണ്ട് വളരെ എക്സൈറ്റഡ് ആയി തുള്ളിച്ചാടുന്നതാണ്. ഈ സമയം ഇതിലൊന്നും ശ്രദ്ധിക്കാതെ അവിടെ നമ്മുടെ കഥാനായിക അവളുടെ പഠനത്തിൽ ശ്രദ്ധിച്ച് പഠിച്ചോണ്ടിരിക്കുകയാണ്. അവളുടെ പേര് ഹാന എന്നാണ്. ഹാന ഇങ്ങനെ പുസ്തകത്തിൽ മുഴുകിയിരിക്കുന്നത് കാണുന്ന അവളുടെ ഫ്രണ്ടായ സു ഹാനയോട് നീ എന്താ ഇങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത്, നിനക്ക് ആ നടനെ ഇഷ്ടമല്ലേ എന്ന് തിരക്കുന്നു. ആ സമയം ഹാന ഏത് നടൻ അറിയില്ല എന്ന് വളരെ അലക്ഷ്യമായി മറുപടി പറയാണ്. ഏത് നടനാണോ, കൊള്ളാം, വേറെ ആരും കേൾക്കണ്ട നീ അയാളെ പറ്റി ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് സു ആ ഒരു നടനെ പറ്റിയുള്ള A to Z കാര്യങ്ങൾ ഹാനയോട് വർണ്ണിക്കുന്നു. 2 വർഷം മുന്നേ വരെ ആ നടൻ ഗായകനായിരുന്നുവെന്നും ഇപ്പോൾ ആക്ടിങ്ങിൽ കൂടുതൽ ശ്രദ്ധിച്ച് ആക്ടിങ്ങിലേക്ക് കരിയർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും പെൺകുട്ടികളുടെ എല്ലാം ഹാർട്ട് ത്രോബാണ്, അയാൾ ഇഷ്ടപ്പെടാത്ത ഒരു പെൺകുട്ടി പോലും ഈ ലോകത്ത് കാണില്ല എന്നെല്ലാം. അത് കേൾക്കുന്ന ഹാന അതൊന്നും കേൾക്കാൻ തീരെ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. ആ സമയം ഹാനയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ അക്കീര സൂവിനോട് ഹാനയ്ക്ക് ഇങ്ങനത്തെ നടന്മാരെയും സിനിമയും ഒന്നും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ഹാനയെ സപ്പോർട്ട് ചെയ്യുന്നു. ആ സമയം സു ഹാനയോട് ഏത് സമയവും ഇങ്ങനെ പഠിത്തം എന്നും പറഞ്ഞ് നടന്ന് വേറെ യാതൊന്നിലും ശ്രദ്ധിക്കാതെ നീ ഇങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. അതെ, ഹാനയ്ക്ക് പഠിത്തമാണ് എല്ലാം. നന്നായി പഠിച്ച് അവൾ വിചാരിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വാങ്ങണമെന്നതാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നീട് നമ്മൾ കാണുന്നത് ഹാനയുടെ ഡെയിലി റൊട്ടീനാണ്. അവളുടെ മാതാപിതാക്കൾ ഒരു റെസ്റ്റോറന്റ് നടത്തുന്നത് കൊണ്ട് തന്നെ അവര് രാവിലെ വീട്ടിൽ നിന്ന് പോകും. രാവിലെ എഴുന്നേറ്റ ഉടനെ ഹാന എക്സസൈസ് ചെയ്ത് ചെടികൾക്ക് വെള്ളം ഒഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്ത് അവളുടെ കുഞ്ഞനുജത്തിയെ ഒരുക്കി സ്കൂളിൽ വിട്ട് അങ്ങനെയാണ് അവളുടെ ഒരു ദിവസം തുടങ്ങുന്നത്. അതിനുശേഷം ഹാനയും പഠിക്കാനായി പോകുന്നു. അങ്ങനെ ഹാനയുടെ ക്ലാസ്സുകൾ കഴിഞ്ഞ് അവള് സ്കൂളിൽ നിന്ന് വരുന്ന അനിയത്തിയും കൂട്ടി നേരെ തിരിച്ച് വീട്ടിലേക്കും പോകും. വീട്ടിലെത്തിയ ശേഷം അനിയത്തിക്ക് സിൻഡ്രല്ല കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് ഹാനയുടെ ഒരു ഹോബിയാണ്. അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ കഥ വായിച്ചു കൊടുക്കുന്നതിന്റെ ഇടയിൽ സിൻഡ്രല്ലയുടെ രാജകുമാരനെ പറ്റി ഓർക്കുന്ന ഹാന തനിക്കും ഇതുപോലെ ഒരു രാജകുമാരൻ എന്നാണാവോ വരിക എന്നോർത്ത് നെടുവീർപ്പിട്ടോണ്ടിരിക്കുന്ന സമയത്ത് ടിവിയിൽ ആ ഒരു സിനിമ നടന്റെ വീഡിയോ വരുന്നു. അത് കണ്ടപാടെ ഹാനയുടെ അനിയത്തി ദേ ചേച്ചി, സിൻഡ്രല്ലയുടെ ഇതിനേക്കാളും നല്ല രാജകുമാരൻ ടിവിയിലുണ്ടല്ലോ എന്ന് പറയാണ്. അത് കേട്ട് ടിവിയിലേക്ക് നോക്കുന്ന ഹാനയ്ക്ക് ആ നടനെ വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഈ നടനെ പറ്റിയാണ് സ്കൂളിൽ അവളുടെ കൂട്ടുകാരി അവളോട് പറഞ്ഞതെങ്കിലും അപ്പോൾ അവൾ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവൾക്ക് ആ നടനെ അങ്ങ് ഇഷ്ടമായി. ഇവനാണ് നമ്മുടെ കഥാനായകൻ. അവന്റെ പേര് കെ എന്നാണ്. കെ നടൻ മാത്രമല്ല, മുന്നേ സു ഹാനയോട് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഗായകനും കൂടിയാണ്. ആ സമയം ഹാനയ്ക്ക് സുവിന്റെ ഫോൺ കോൾ വരുവാണ്. കെയുടെ ഷൂട്ടിംഗ് ഇവരുടെ സ്കൂളിൽ വെച്ച് നടക്കുന്നുണ്ടെന്നും ആ ഷൂട്ടിങ്ങില് ഈ സ്കൂളിലെ കുട്ടികളെ അഭിനയിക്കാൻ എടുക്കുന്നുണ്ടെന്നും സു പറയുമ്പോൾ ഹാന ഉള്ളിൽ വളരെ എക്സൈറ്റഡ് ആവുന്നുണ്ട്. കാരണം ഇപ്പോൾ അവൾ അല്പം മുന്നെയാണ് കെയെ പോലെ ഒരു ലവറിനെ തനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചതല്ലേ. പക്ഷെ അവൾ ആ ഒരു എക്സൈറ്റ്മെന്റ് സുവിന്റെ അടുത്ത് കാണിക്കുന്നില്ല. ആ സിനിമക്കാരെ സഹായിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കുറച്ച് ക്യാഷ് കിട്ടില്ലേ, അതുകൊണ്ട് ഞാൻ വരാമെന്ന് ഹാന അങ്ങ് തട്ടിവിടുന്നു. അങ്ങനെ അടുത്ത ദിവസം സ്കൂളിലെത്തുന്ന ഹാനയും സൂവിനെയും സിനിമക്കാരെ ചില കാര്യങ്ങളൊക്കെ എടുത്തുകൊടുത്ത് സഹായിക്കാനായി ആവശ്യപ്പെടുന്നു. അതിന്റെ ഇടയിൽ ഹാന അറിയാതെ കെയുടെ ദേഹത്ത് തട്ടാണ്. അവനെ നേരിട്ട് ആദ്യമായാണ് ഹാന കാണുന്നത്. അവന്റെ ആ ഒരു സൗന്ദര്യം കണ്ടപാടെ ഹാന ഫ്ലാറ്റ്. അതിന്റെ കൂടെ കെ ഹാനയെ നോക്കി ചിരിക്കുകയും ചെയ്തു. ആ ചിരിയും കൂടി ആയപ്പോൾ അവൾക്ക് വളരെയധികം സന്തോഷവുമുണ്ട്. പക്ഷെ അവൻ തന്നെ നോക്കി ചിരിച്ചു എന്ന ആ ഒരു ഷോക്കുമുണ്ട്. അങ്ങനെ പിന്നീട് ഹാന ഒറ്റയ്ക്ക് വെളിയിൽ നടക്കുന്ന സമയം അവൾ ഒരു കാഴ്ച കാണുന്നു. കെ ഗ്രൗണ്ടിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയായിരുന്ന പെൺകുട്ടികളുടെ ബാക്കിലേക്ക് നോക്കി അതിന്റെ സൈസ് ഇങ്ങനെ ഗസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ഇങ്ങനെ ചെയ്യുന്നത് ഇവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതും വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തിയായി അവൾ മനസ്സിൽ കണ്ട് പുറപുറത്തോണ്ട് നടക്കുന്ന സമയം കാല് തെറ്റി അവൾ താഴേക്ക് വീഴുന്നു. ആ സമയം അവൾക്ക് നേരെ ഹേ 84 ആർ യു ഓക്കെ എന്ന് വിളിച്ചു ചോദിക്കുന്നു. അത് കേൾക്കുന്ന ഹാന ഷോക്ക് ആവുന്നു. കാരണം താൻ വീണതിലൂടെ തന്റെ ബാക്ക് അവൻ കണ്ടു എന്നും അതിന്റെ സൈസാണ് അവൻ 84 എന്ന് പറഞ്ഞതെന്നും മനസ്സിലാക്കി അവൾ അവിടെ നിന്ന് അവന് മുഖം കൊടുക്കാതെ ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുക്കുന്നു. അങ്ങനെ വീട്ടിലെത്തി അവള് ആ ഒരു സംഭവം മറന്നതേയില്ല. അവൾ മെഷറിംഗ് ടേപ്പ് എടുത്ത് അവളുടെ ശരീരഭാഗം അളന്നൊക്കെ നോക്കുന്നുണ്ട്. കറക്റ്റ് സൈസാണ് അവൻ പറഞ്ഞത്. അങ്ങനെ അടുത്ത ദിവസം ഹാന അമ്മയുടെ അനുവാദത്തോടു കൂടി ഒന്ന് വെളിയിൽ കറങ്ങാൻ പോവാണ്. ഒരു സിനിമ കാണാനായി അവൾ ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിലും ചെന്നത് അല്പം നേരത്തെ ആയിപ്പോയി. സിനിമ തുടങ്ങാൻ ഇനിയും ഒരുപാട് നേരമുണ്ട്. അതുകൊണ്ട് തന്നെ ഹാന ഗെയിംസ് കളിക്കാനായി പോകുന്നു. അവിടെ നിന്ന് ടോയ്സ് കളക്ട് ചെയ്യുന്ന മെഷീൻ വഴി തന്റെ അനിയത്തിക്ക് വേണ്ടി ഒരു ടോയ് എടുക്കാനായി ഹാന ആവുന്നത് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ
പക്ഷെ അവളുടെ ശ്രമം എല്ലാം പരാജയപ്പെടുകയാണ്. ആ സമയത്താണ് അവൾ അവളുടെ അടുത്ത് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ശബ്ദം കേൾക്കുന്നത്. ചെറുപ്പക്കാരനെ അവൾ കണ്ടില്ല, ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. എന്തായാലും ആ ശബ്ദത്തിൽ അവൾ കേൾക്കുന്ന രീതിയിൽ അവൾ ഗെയിം കളിക്കുന്നു. അങ്ങനെ അവൾക്ക് അതിലൂടെ ടോയും കിട്ടുന്നു. ടോയ് കിട്ടിയ സന്തോഷത്തിൽ തിരിയുമ്പോഴാണ് ശബ്ദത്തിന്റെ ഉടമയെ കാണുന്നത്. അത് മറ്റാരുമല്ല, കെ ആണ്. കെ കണ്ടപാടെ അവൾ ആ പേര് ഉച്ചത്തിൽ പറയുന്നു. ഈ സമയം താൻ ഇങ്ങനെ ഇവിടെ എത്തിയിരിക്കുന്നത് തന്റെ ആരാധകരും മറ്റും കണ്ട് ചുറ്റി വളയാതിരിക്കാനായി അപ്പിയറൻസ് അല്പം മാറ്റി നിൽക്കുകയായിരുന്നു കെ. അവൻ ആരും തന്നെ ശ്രദ്ധിക്കാതിരിക്കാനായി ഹാനയുടെ കൈ പിടിച്ച് ഒരൊറ്റ ഓട്ടം. അങ്ങനെ ഓടിച്ചെന്ന് മറ്റൊരിടത്ത് നിൽക്കുന്ന സമയം ഹാനയ്ക്ക് കെ തന്റെ കൈ പിടിച്ച കാര്യം വിശ്വസിക്കാനേ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കൂടാതെ മുന്നേ സ്കൂളിൽ വെച്ച് കെ 86, 84 എന്നിങ്ങനെ പെൺപിള്ളേരെ നോക്കി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞ് രണ്ടുപേരും ചിരിക്കുന്നു. അത് തന്റെ ഹോബിയാണെന്നാണ് കെ ആ സമയം പറയുന്നത്. എന്തായാലും സംസാരിച്ചു കഴിഞ്ഞ് താൻ സിനിമ കാണാൻ പോവുക, ഓൾറെഡി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഹാന നടക്കാൻ തുടങ്ങുമ്പോൾ അവളുടെ ചെരുപ്പ് പൊട്ടിയിരിക്കുന്നത് ശ്രദ്ധിക്കുന്നു. എങ്കിലും അവള് സമയം കളയാതെ വേഗം തിയേറ്ററിലേക്ക് തന്നെ പോകുന്നു. തിയേറ്ററിൽ എത്തിയ ശേഷവും കെയെ പറ്റി തന്നെ ആലോചിക്കുകയാണ്. ഹാനയെ ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് കെ വന്നിരിക്കുകയാണ്. തിയേറ്ററിലേക്ക് സിനിമ കാണാൻ കെ എത്തുമെന്ന് ഹാന ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കെ അവളോട് റൊമാൻറ്റിക് ചിത്രങ്ങൾ കാണാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ അല്ല എന്ന് പറയുന്നു. പക്ഷേ ഇവര് കാണുന്ന ആ ഒരു ചിത്രം അവസാനിക്കുമ്പോഴേക്കും അതിലെ പ്രണയം കണ്ട് ഹാന അവളുടെ കണ്ണുനീർ തുടയ്ക്കുകയാണ്. അത് അത്ര ഹൃദയസ്പർശിയായ ഒരു കഥയായിരുന്നു. ഇത് കാണുന്ന കെ അവളെ നോക്കുമ്പോൾ ഹാന തനിക്ക് റൊമാൻറ്റിക് ചിത്രങ്ങൾ വളരെ ഇഷ്ടമാണെന്നും അല്ല എന്ന് കള്ളം പറഞ്ഞതിന് മാപ്പും ചോദിക്കുന്നു. കൂടാതെ ആ സമയം കെ അവന്റെ ചെരുപ്പ് ഹാനയ്ക്ക് ഇടാനായി കൊടുക്കാണ്. കാരണം അവളുടെ ചെരുപ്പ് മുന്നേ പൊട്ടിയത് അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം രണ്ടുപേരും പിരിയുന്നു. അടുത്ത ദിവസം ഹാനയെ കാണാനായി അവളുടെ സ്കൂളിലേക്ക് കെ എത്തുന്നു. അവനിങ്ങനെ ക്ലാസ്സിൽ കയറി ഹാനയുടെ അടുത്തേക്ക് വരികയാണ്. ഇത് കണ്ട് ഹാനയും ആ ക്ലാസ്സിലെ കുട്ടികളും അമ്പരന്ന് നിൽക്കുന്നു. വന്നവൻ കഴിഞ്ഞ ദിവസം അവൻ വാങ്ങിക്കൊണ്ടുപോയ ഹാനയുടെ പൊട്ടിയ ചെരുപ്പ് റിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് അത് അവളുടെ കാലിൽ ഇട്ട് കൊടുക്കുന്നു. കെ ഇങ്ങനെ കാലിൽ ചെരുപ്പിട്ട് തരുന്നത് ഹാനയ്ക്ക് വലിയൊരു ഷോക്കാണ്. കൂടാതെ ഇത് കണ്ട് ആ കുട്ടികളും അമ്പരന്ന് നിൽക്കുന്നു. ഹാന വളരെയധികം ഹാപ്പി ആവുകയാണ്. കാരണം അവള് സിൻഡ്രല്ല കഥയിലെ പ്രിൻസിനെ പോലെ ഒരാളെയാണ് ആഗ്രഹിച്ചിരുന്നത്. അതിൽ സിൻഡ്രല്ലയും പ്രിൻസും തമ്മിൽ ഒന്നിക്കാനായി സിൻഡ്രല്ല എന്ന് ധരിച്ചിരുന്ന ഷൂ ഒരു കാരണമാണല്ലോ. ഇവിടെ അതേപോലെയൊക്കെ സംഭവിക്കുന്നത് ഹാന മനസ്സിലാക്കുന്നു. അവള് പിന്നീട് കെ അവൾക്ക് മുന്നേ ഇടാൻ കൊടുത്ത അവന്റെ ഷൂ തിരിച്ചു കൊടുക്കുകയാണ്. ആ സമയം കെ ഹാനയുടെ കയ്യിൽ അവന്റെ മൊബൈൽ നമ്പർ എഴുതി കൊടുത്ത ശേഷം അവളുടെ പേരും ചോദിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി ഹാന കയ്യിൽ കെ എഴുതി കൊടുത്ത അവന്റെ നമ്പറിൽ അവനെ വിളിക്കാനായി നോക്കുന്നു. പക്ഷെ ഈ നമ്പർ ഇപ്പോൾ നിലവിലില്ല എന്ന റിപ്ലൈ ആണ് അവൾക്ക് ലഭിക്കുന്നത്. അവൾ ആകെപ്പാടെ സങ്കടത്തിലാവുന്നു. അവൾ ആ നമ്പറും ഫോണിൽ നിന്ന് ഡിലീറ്റ് അടിക്കുന്നു. അവൻ കയ്യിൽ മാർക്കർ കൊണ്ട് നമ്പർ എഴുതിയ സ്ഥാനത്ത് അതാരും കാണാതിരിക്കാനായി അവിടെ ബാൻഡേജും ഒട്ടിക്കുന്നു. അങ്ങനെ പിന്നീട് അവൾ ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴി അവളെ കാത്ത് കെ നിൽപ്പുണ്ടായിരുന്നു. അവളെ കണ്ടപാടെ കെ, ഞാൻ എന്നും നിന്റെ കോൾ പ്രതീക്ഷിക്കാറുണ്ട്, എന്താ വിളിക്കാത്തത് എന്ന് തിരക്കുമ്പോൾ അവൾ വിളിച്ചെന്നും നമ്പർ നിലവിലില്ല എന്നാണ് അറിയാൻ സാധിച്ചതെന്നും പറഞ്ഞ് അവൾ വിളിച്ചതിന്റെ തെളിവ് കാണിക്കുന്നു. ആ സമയം കെ, അയ്യോ സോറി, ഇതെന്റെ പഴയ നമ്പർ ആയിപ്പോയി, അതാ കിട്ടാഞ്ഞത് എന്ന് പറഞ്ഞ് അവളുടെ ഫോണിൽ അവന്റെ പുതിയ നമ്പർ ടൈപ്പ് ചെയ്യാനായി ഒരുങ്ങുന്ന സമയം ഇനി എന്നെ പറ്റിക്കണ്ടെന്ന് പറഞ്ഞ് അവൾ നമ്പർ ടൈപ്പ് ചെയ്യാൻ അവന് ഇട കൊടുക്കാതെ ആ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിക്കൊണ്ട് പോകുന്നു. അങ്ങനെ ഹാന പിണങ്ങി പോകുന്ന സമയം കെ അവളുടെ പുറകിന് ചെല്ലുന്നു. അവളുടെ ചുണ്ടിൽ അവള് പോലും പ്രതീക്ഷിക്കാതെ അവൻ അവന്റെ ചുണ്ട് കൊണ്ട് ഒരു ഉമ്മ കൊടുക്കുന്നു. ഇത് അവൾക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു. പക്ഷെ അതേസമയം ഇവൻ തന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുന്ന അവൾക്ക് അത് വളരെ ഹാപ്പിനെസ് നിറഞ്ഞ ഒരു മൊമെന്റുമായിരുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം ഹാനയെ കെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവന്റെ ആ വലിയ വീടും അവിടുത്തെ ലക്ഷറേയും കണ്ട് ഇവളുടെ കണ്ണ് തള്ളി നിൽക്കാണ്. ശേഷം അവരവിടെ ഒരുമിച്ചിരുന്ന് ഒരു ചിത്രം കാണുന്നു. ചിത്രത്തിന്റെ അവസാനമാകുമ്പോഴേക്കും കെ ഹാനയുടെ തോളിൽ ചാരി ഉറക്കമായിട്ടുണ്ടായിരുന്നു. ഹാന പതിയെ അവനെ തലോടാനായി ചെല്ലുമ്പോഴേക്കും അവൻ കണ്ണ് തുറക്കുകയും അവളെ വീണ്ടും കിസ് ചെയ്യാനായി ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷെ അപ്പോഴേക്കും കെയുടെ മാനേജർ അങ്ങോട്ടേക്ക് എത്തുന്നു. മാനേജറിനോട് ഹാനയെ പരിചയപ്പെടുത്തി ഇത് തന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് കെ പറയുന്നു. പിന്നീട് ഹാന പോയ ശേഷം മാനേജർ കെയെ വാൺ ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയുമായുള്ള പ്രണയം കെയുടെ കരിയറിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ടെന്നും കെ ഇപ്പോൾ വളരെ ലീഡിംഗ് ആയ ഒരു TV ഡ്രാമയിലെ ലീഡിംഗ് ആക്ടർ ആണെന്ന കാര്യം മറക്കരുതെന്നും. എന്തായാലും കെയുമായുള്ള റിലേഷനിൽ ഹാന വളരെ വളരെ ഹാപ്പിയാണ്. പക്ഷെ അവള് പ്രതീക്ഷിക്കാതെ ഒരു ദിവസം കെയുടെ മെസ്സേജ് വരുന്നു. അവൻ ഷൂട്ടിങ്ങുമായി ബിസി ആയതുകൊണ്ട് ഇനി കുറച്ച് നാൾ കാണാൻ സാധിക്കില്ല എന്ന്. ഇതിന്റെ ഇടയിൽ സുൻ ഹാനയ്ക്ക് ലവർ ഉണ്ടെന്ന് തനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്ന അക്കീര അത് വിശ്വസിക്കുന്നില്ല. പക്ഷെ അക്കീരയുടെ ഉള്ളിൽ അത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. കാരണം അക്കീരയ്ക്ക് യഥാർത്ഥത്തിൽ ഹാനയെ വലിയ ഇഷ്ടമാണ്. അടുത്ത ദിവസം അക്കീരയുടെ അച്ഛനും അമ്മയും നടത്തുന്ന
കടയിൽ ഹാന അവിടെയുള്ള സമയം അക്കീര ഹാനയോട് അവന്റെ ഉള്ളിൽ അവളോടുള്ള പ്രണയം തുറന്നു പറയുന്നുണ്ട്. പക്ഷെ ഹാന അതൊരു തമാശയായി മാത്രം കണക്കാക്കുന്നു. അവൾ അത് വിശ്വസിക്കുന്നില്ല. അവൻ സീരിയസ് ആണെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. പിന്നീട് കടയിലേക്ക് സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഒരു ബൊക്കെ വേണമെന്ന ഓർഡർ വരുന്നു. അങ്ങനെ ബൊക്കെ തയ്യാറാക്കി അത് ലൊക്കേഷനിൽ ഡെലിവർ ചെയ്യാനായി ഹാനയെ അക്കീര ഏൽപ്പിക്കുന്നു. ഹാന ബൊക്കയുമായി ലൊക്കേഷനിലേക്ക് ചെല്ലുന്ന സമയം അവിടെ കെയുടെ സിനിമയുടെ ഷൂട്ടിംഗ് ആയിരുന്നു നടക്കുന്നത്. കെയെ ഹാന കാണുന്നു. പക്ഷെ അവൾ ആകെപ്പാടെ സങ്കടത്തിലാവുകയാണ്. കാരണം അവൾ അവിടെ കാണുന്നത് കെയും അവന്റെ കോസ്റ്റാറും തമ്മിലുള്ള റൊമാൻറ്റിക് സീനിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു. ഇതേ സമയം ഇത് കാണുന്ന കെ ഷൂട്ടിംഗ് ഒക്കെ ഒന്ന് ബ്രേക്ക് ആവുന്ന ടൈമിൽ ഹാനയുടെ അടുത്തെത്തി അവളോട് ഇത് വെറും സിനിമയുടെ ഷൂട്ടിംഗ് ആണ്, അവന്റെ മനസ്സിൽ മറ്റൊന്നുമില്ല, അവന്റെ ഉള്ളിൽ ഹാന മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. ഇവർ തമ്മിൽ മാറി നിന്നിങ്ങനെ സംസാരിക്കുന്നത് കെയുടെ കോസ്റ്റാറായ ഐഡ കാണുന്നുണ്ടായിരുന്നു. ഐഡയ്ക്ക് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് അടുത്ത ദിവസം കെ ഹാനയെ വിളിച്ച് കറങ്ങാൻ പോകാമെന്ന് പറയുമ്പോൾ ഹാന തനിക്ക് വരാൻ സാധിക്കില്ല എന്നും അന്ന് അക്കീരയുടെ ബർത്ത്ഡേക്ക് അവന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് മുന്നേ തീരുമാനിച്ചതാണെന്നും പറയുന്നു. കൂടാതെ ആ ദിവസം ഹാനയുടെ വീട്ടിലാരും കാണില്ല, അച്ഛനും അമ്മയും അനിയത്തിയും കൊണ്ട് മുത്തശ്ശിയുടെ അടുത്ത് പോകുമെന്നും ഹാന കെയോട് പറയുന്നു. അങ്ങനെ അക്കീരയുടെ ബർത്ത്ഡേ ദിവസം അക്കീരയുടെ കൂടെ സു ഹാനയുടെ വീട്ടിലേക്ക് വരുന്നു. അക്കീരയ്ക്ക് ഹാനയെ ഇഷ്ടമാണെന്ന കാര്യം സുവിനറിയാം. അവനോട് ആ ഇഷ്ടം തുറന്നു പറയണമെന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് സു അവന്റെ കൂടെ വരുന്നത്. അങ്ങനെ അവര് വീട്ടിലെത്തുമ്പോൾ ഓൾറെഡി ഹാനയുടെ കൂടെ കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇവര് 4 പേരും കൂടി അക്കീരയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. പിന്നീട് അക്കീരയോട് തനിയെ സംസാരിക്കുന്ന സമയം കെയ്ക്ക് അവന് ഓൾറെഡി ഹാനയെ ഇഷ്ടമാണെന്നും ഇവർ കുട്ടിക്കാലം മുതൽ സുഹൃത്തുക്കളാണെന്നും മനസ്സിലാവുന്നു. കൂടാതെ വർഷങ്ങളായുള്ള ഇവരുടെ പരിചയം ഇവർ വളരെ ഫ്രണ്ട്ലി ആയി ഇടപെടുന്നതൊന്നും കെയ്ക്ക് വലിയ ഇഷ്ടപ്പെടുന്നില്ല. അവനുള്ളിൽ കുശുമ്പ് തോന്നുന്നു. അവൻ പിന്നീട് ഹാനയോട് തനിയെ സംസാരിക്കുമ്പോൾ അവന് തോന്നിയ ആ ഒരു കുശുമ്പിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ ഹാന അത് കാര്യമാക്കി എടുക്കുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം കെയുടെ അപ്പാർട്ട്മെന്റിലേക്ക് ഹാന ചെല്ലുന്നു. അവിടെ അവൻ കുളി കഴിഞ്ഞ് ഷർട്ടില്ലാതെ വന്ന് നിൽക്കുന്നത് കാണുന്ന ഹാനയ്ക്ക് വല്ലാത്ത നാണം തോന്നുന്നു. പിന്നീട് അവള് തന്നെ അവന്റെ മുടിയൊക്കെ ഡ്രയർ കൊണ്ട് ഉണക്കി കൊടുക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കെ അവൻ പുതിയ സിനിമയിൽ പിയാനോ വായിക്കുന്ന ആളായി അഭിനയിക്കുന്ന കാര്യം പറയുമ്പോൾ ഹാന പണ്ട് അവൾ പിയാനോ പഠിക്കാൻ പോയതും പിന്നീട് ഫീസ് കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് പഠിത്തം നിർത്തിയതും വീട്ടുകാരെ താൻ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യപ്പെടുന്നില്ല, അതുകൊണ്ടാണ് ഫീസ് കൊടുക്കാൻ ഇല്ലാഞ്ഞപ്പോൾ പഠനം നിർത്തിയതെന്നെല്ലാം അവനോട് പറയുന്നു. യഥാർത്ഥത്തിൽ താൻ ആ കുടുംബത്തിലേക്ക് ദത്തെടുക്കപ്പെട്ട കുട്ടിയാണെന്നും പക്ഷെ തന്റെ മാതാപിതാക്കൾ അവർക്ക് സ്വന്തമായി ഒരു കുട്ടി ഉണ്ടായ ശേഷം അതിന്റെ യാതൊരു വേർതിരിവും കാണിക്കാതെ തന്നെ പൊന്നുപോലെയാണ് നോക്കുന്നതെന്നെല്ലാം ഹാന പറയുന്നു. അങ്ങനെ ഹാനയുടെയും കെയുടെയും റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയി മുന്നോട്ട് പോകുന്ന സമയത്താണ് അവൾ ഒരു കാര്യം അറിയുന്നത്. കെയും കെയുടെ ആ കോസ്റ്റാർ ആയ ഐഡയും തമ്മിൽ റിലേഷനിലായിരുന്നു എന്ന കാര്യം. അവൾ അത് കാര്യമാക്കി എടുത്തില്ല. ഇതിന്റെ ഇടയിൽ ഒരു ദിവസം കെ അവന്റെ അപ്പാർട്ട്മെന്റിന്റെ ഒരു സ്പെയർ കീ ഹാനയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് തോന്നുമ്പോൾ അപ്പാർട്ട്മെന്റിലേക്ക് വരാനായി. അങ്ങനെ അവൾ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് അപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന സമയം അവിടെ വളരെ അപ്രതീക്ഷിതമായി കെയും ഐഡയും കിസ് ചെയ്ത് നിൽക്കുന്നതാണ് അവൾ കാണുന്നത്. ആ കാഴ്ച കണ്ട് അവൾ വളരെ ഷോക്കായി അവിടെ നിന്ന് തിരിഞ്ഞോടുന്ന സമയം അത് കണ്ട് കെ അവളുടെ പുറകിന് ചെല്ലുന്നുണ്ട്. അവൻ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് പോകുന്നു. അവൻ തിരിച്ചെത്തി ഐഡയോട് ഇവിടെ നിന്ന് പോകാനായി ആവശ്യപ്പെടുമ്പോൾ അവൾ അവനുമായിട്ടുള്ള റിലേഷൻ അവൾക്ക് നിർത്താൻ താല്പര്യമില്ലെന്നും പക്ഷെ നിവൃത്തിയില്ലാതെ ഇവന്റെ ആഗ്രഹപ്രകാരം അങ്ങനെ ചെയ്യുകയാണെന്നും സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. എന്തായാലും ഈ ഒരു സംഭവത്തിന് ശേഷം ഹാന വളരെ സങ്കടപ്പെട്ടാണ് എപ്പോഴും ഇരിക്കാറുള്ളത്. ഹാനയുടെ ഈ സങ്കടം കാണുന്ന അവളുടെ അമ്മ അവളുടെ ബാല്യകാല സുഹൃത്തായ അക്കീരയെ വിളിച്ച് അവളെ ഒന്ന് ചിയർ ചെയ്യാനായി ആവശ്യപ്പെടുന്നു. അങ്ങനെ അക്കീര ഹാനയുടെ അടുത്തേക്ക് എത്തി അവളെ വിഷമിപ്പിക്കുന്ന കെയുടെ ഓർമ്മകളെല്ലാം മനസ്സിൽ നിന്ന് കളയാനായി ആവശ്യപ്പെടുന്നു. കൂടാതെ അക്കീര അവൻ മുന്നേ ഒരിക്കൽ അവന്റെ ഇഷ്ടം പറഞ്ഞ സമയം ഹാന അത് തമാശയായി കണ്ടെങ്കിലും അത് തമാശയല്ലെന്നും അവന് ശരിക്കും ഹാനയെ ഇഷ്ടമാണെന്നും പറയുന്നു. എങ്കിലും ഹാന അവനെ തിരിച്ച് ഇഷ്ടപ്പെടണമെന്നില്ല. ഹാന സന്തോഷമായിരിക്കുന്നത് മാത്രം കണ്ടാൽ മതി എന്നാണ് അക്കീര അവളോട് പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഹാനയെ കാണാനായി ഐഡ വരുന്നു. താനും കെയും തമ്മിലുള്ള റിലേഷന്റെ ഇടയിൽ ഹാന വന്ന് തങ്ങളുടെ സ്വസ്ഥത കളയരുതെന്നാണ് ഐഡ പറയുന്നത്. ആ സമയം ഹാന ഐഡയെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ താൻ ആദ്യമായി പ്രണയിച്ച ഒരാള് കെ ആണെന്നും അവൻ തന്റെ എല്ലാ സന്തോഷങ്ങളുടെയും കാരണമാണെന്നും അതുകൊണ്ട് അവനെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവനെ തനിക്ക് വെറുക്കാൻ കഴിയില്ലെന്നും എന്നും അവനോട് ഇഷ്ടം മാത്രമായിരിക്കും ഉണ്ടാവുകയെന്നും പറയുന്നു. ഇത് കേൾക്കുന്ന ഐഡ അല്പനേരം മിണ്ടാതിരുന്ന ശേഷം സത്യത്തിൽ താൻ കള്ളം പറഞ്ഞതാണെന്നും തങ്ങൾക്കിടയിൽ ഇപ്പോൾ യാതൊരു ബന്ധമില്ലെന്നും ഇനി ഒരിക്കലും അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവാൻ പോകുന്നില്ലെന്നും പറയുന്നു. ഹാനയെ വിഡ്ഢിയാക്കാൻ വേണ്ടി മനഃപൂർവ്വം കെയുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞുണ്ടാക്കാൻ വന്നതായിരുന്നു ഐഡ. പക്ഷെ ഹാനയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ വളരെ ഒരു പാവം പെൺകുട്ടിയാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഐഡ ഇങ്ങനെ ഒരു കാര്യം ഹാനയോട് വെളിപ്പെടുത്തിയത്. പിന്നീട് ഹാന അക്കീരയെ ചെന്ന് കണ്ട് അവൾക്ക് അക്കീരയെ ഒരു ഫ്രണ്ടായി മാത്രമേ കാണാൻ സാധിക്കൂ എന്നും തിരിച്ച് പ്രണയം തോന്നുന്നില്ല എന്നും പറയുന്നു. കൂടാതെ തന്റെ ഉള്ളിൽ കെ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഹാന അക്കീരയോട് അവന് തോന്നുന്ന അതേ പ്രണയം തിരിച്ചവന് നൽകാൻ സാധിക്കാത്തതിൽ മാപ്പ് ചോദിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി ഹാനയെ കാണാനായി കെ എത്തുന്നു. രണ്ടുപേരും
പിണക്കങ്ങളൊക്കെ മറന്ന് ഒന്നാവുകയാണ്. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം ഇവരൊരു അമ്യൂസ്മെന്റ് പാർക്കിൽ ഡേറ്റിങ്ങിന് പോകുന്നു. ആ അമ്യൂസ്മെന്റ് പാർക്ക് മുഴുവൻ അന്നത്തേക്ക് കെ സ്വന്തമാക്കിയിരിക്കുകയാണ്. കാരണം മറ്റൊരു ശല്യവും ഇല്ലാതെ അടിച്ചു പൊളിച്ച് നടക്കാനായി. അവിടെ വെച്ച് ഒരു ചെറിയ ചെരുപ്പിന്റെ പെൻഡന്റ് ഉള്ള ഒരു ചെയിൻ കെ ഹാനയ്ക്ക് സമ്മാനമായി നൽകുന്നു. കാരണം ഹാനയ്ക്ക് വളരെ പ്രിയപ്പെട്ട കഥയിലെ നായകനും നായികയും ഒന്നാകാൻ ഈ ഒരു ചെരുപ്പ് ഒരു കാരണമാണല്ലോ. അതേപോലെ തന്നെ ഇവരുടെ ലവ് സ്റ്റോറിക്കിടയിലും ചെരുപ്പിനൊരു പ്രാധാന്യമുണ്ടല്ലോ. എന്തായാലും ഇവരിങ്ങനെ കറങ്ങി നടക്കുന്നതൊക്കെ ന്യൂസിലൊക്കെ വരുന്നു, വലിയ സംസാരമാകുന്നു. പലരും പ്രായപൂർത്തിയാകാത്ത ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായ ഹാനയെ കെ പോലെ വളരെ പ്രശസ്തനായ ഒരു നടൻ പ്രണയിക്കുന്നതിനെ മോശമായി ചിത്രീകരിച്ച് കെക്കെതിരെ പല പല മോശപ്പെട്ട വാർത്തകൾ വരുന്നു. അതവന്റെ കരിയറിനെ പോലും ബാധിക്കുമെന്ന അവസ്ഥയാകുമ്പോൾ തങ്ങളെ മോശമായി ആരും കാണരുതെന്നും തന്നെ കെ ഒരിക്കലും യൂസ് ചെയ്യുകയല്ല, അവൻ തന്നെ ആത്മാർത്ഥമായി പ്രണയിക്കുകയാണെന്നുമൊക്കെ റിപ്പോർട്ടേഴ്സിനോട് പറയാനായി ഹാന തയ്യാറാകുന്നുണ്ടെങ്കിലും ഹാനയുടെ അമ്മ അവളെ വിലക്കുന്നു. അവൾ എന്തെങ്കിലും പോയി പറഞ്ഞാൽ അത് കെയുടെ സിറ്റുവേഷനെ കൂടുതൽ ബാധിച്ചാലോ എന്ന പേടിയാണ് ഈ അമ്മയ്ക്ക്. ഇതേ സമയം കെയുടെ മാനേജർ ഹാനയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു എന്ന് മാധ്യമങ്ങളോട് പറയാനായി ആവശ്യപ്പെടുന്നു. പക്ഷെ കെ അങ്ങനെ താൻ പറയില്ലെന്നും ഹാനയാണ് തനിക്ക് എല്ലാമെന്നും അവള് തന്റെ കൂടെയുള്ള ഓരോ നിമിഷവും തനിക്ക് സന്തോഷമാണെന്നും എല്ലാം പറയുന്നു. കെയുടെ മറുപടി കേൾക്കുന്ന മാനേജർ അവനോട് അപ്പോൾ ഒന്നും പറയുന്നില്ലെങ്കിലും അവൻ അറിയാതെ ഹാനയെ കോണ്ടാക്ട് ചെയ്ത് അവളെ നേരിൽ കാണുന്നു. നേരിൽ കാണുന്ന സമയം കെയെ വെറുതെ വിടണമെന്നും അവന്റെ കൂടെ നടന്ന് അവന്റെ കരിയർ നശിപ്പിക്കരുതെന്നുമാണ് ഹാനയോട് മാനേജർ പറയുന്നത്. അങ്ങനെ താൻ കാരണം താൻ ഏറെ സ്നേഹിക്കുന്ന ഒരാൾ കഷ്ടപ്പെടരുത് എന്ന ചിന്തയിൽ കെയുമായുള്ള റിലേഷൻഷിപ്പ് നിർത്താനായി ഹാന തീരുമാനിക്കുന്നു. അവൾ ആ കാര്യം കെയോട് നേരിട്ട് പറയുന്നു. കെക്ക് എന്താണ് ഇവളോട് പറയേണ്ടതെന്ന് അറിയില്ല. അവന് വലിയ വിഷമമാണ് അവളുടെ ഈ ഒരു തീരുമാനം ഉണ്ടാക്കിയത്. അങ്ങനെ കെയുമായി ഇപ്പോൾ ബ്രേക്കപ്പ് ആയതിനു ശേഷം ഹാന ഏത് സമയവും സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നത്. ഇത് അവളായി തന്നെ എടുത്ത തീരുമാനത്തിന്റെ സങ്കടമാണെങ്കിലും ആ തീരുമാനമാണ് ഇപ്പോൾ കെയ്ക്ക് നല്ലതെന്ന് അവൾ വിശ്വസിക്കുന്നു. കെ ഇതിന്റെ ഇടയിൽ പ്രസ് മീറ്റ് നൽകുന്നു. പ്രസ് മീറ്റിൽ താൻ ഹാനയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നെന്നും പക്ഷെ ഇപ്പോൾ ആ ഇഷ്ടം മാറ്റിവെച്ച് ആക്ടിങ്ങിൽ ശ്രദ്ധിക്കേണ്ട സമയമാണെന്നും പറയുന്നു. ഇതും ടിവിയിലൂടെ കേൾക്കുന്ന ഹാനയ്ക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. അവൾ ആകെപ്പാടെ വിഷമിക്കുമ്പോൾ അവൾക്ക് താങ്ങായി കൂടെ നിൽക്കുന്നത് അക്കീരയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. കെ വെച്ചടി കയറ്റമുള്ള വലിയൊരു നടനായി മാറുന്നു. അവന് വലിയ വലിയ അവാർഡുകൾ കിട്ടുന്നു. അവന് ഒരുപാട് സമ്മാനങ്ങൾ അവന്റെ ആരാധകരുടെ ഭാഗത്ത് നിന്ന് വരുന്നു. ഒരുപാട് കത്തുകളും വന്നിട്ടുണ്ട്. ഇതെല്ലാം നോക്കുന്ന മാനേജർ അതിൽ നിന്ന് ഒരു കത്ത് പ്രത്യേകം ഒളിപ്പിച്ചു വെക്കുന്നതും നമുക്ക് കാണാം. ഇതേസമയം ഹാന ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയ അവളുടെ പിയാനോ പഠിത്തം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും അവരവരുടെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ വളരെ ഫേമസ് ആയ കെയുടെ ഒരു സക്സസ് സെലിബ്രേഷൻ നടക്കുകയാണ്. ആ സമയം മുന്നേ മാനേജർ മാറ്റിവെച്ച കത്ത് കെയ്ക്ക് നൽകുന്നു. അത് അക്കീരയുടെ കത്താണ്. അങ്ങനെ ആ കത്ത് വായിച്ച കെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ആ കത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവിടെ അക്കീര കാണുമെന്ന് കെ കരുതുമ്പോൾ അവിടെ അവൻ കാണുന്നത് ഹാനയാണ്. അന്ന് ഹാനയുടെ ബർത്ത്ഡേ ആണ്. ഹാന ഏറെ സ്നേഹിക്കുന്ന കെ അവളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുക എന്നതാണ് അക്കീര അവൾക്ക് നൽകാനായി കണ്ടുവെച്ച ബർത്ത്ഡേ സമ്മാനം. അതിനായാണ് അവൻ ഈ കത്ത് കെയ്ക്ക് എഴുതി അയച്ചത്. കൂടാതെ ഹാന തനിക്ക് സ്വന്തമായില്ലെങ്കിലും അവള് സന്തോഷത്തോടെ ജീവിക്കണമെന്ന ആഗ്രഹമുള്ള അക്കീര ഇവരൊന്നാകാനും ആഗ്രഹിക്കുന്നു. അങ്ങനെ ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുന്ന ഇവർക്കിടയിൽ പ്രണയം പഴയതിനേക്കാൾ തീവ്രമായി ഉണ്ടായിരുന്നു. കെയുടെ കരിയർ നശിക്കേണ്ട എന്ന് കരുതി അവന്റെ ജീവിതത്തിൽ നിന്ന് മാറി ഹാന നിന്നെങ്കിൽ ഇപ്പോൾ കെ ഒരിക്കലും ഇനി നശിക്കാൻ സാധ്യതയില്ലാത്ത രീതിയിൽ വലിയ നടനായി ഉയർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും കണ്ടുമുട്ടുന്ന ആ ഒരു സമയം ഇവരുടെ പ്രണയത്തിന്റെ ചിഹ്നമായ ഒരു ചെരുപ്പ്, അത് വളരെ മനോഹരമായ ഒരു ചെരുപ്പ് കെ ഹാനയ്ക്ക് സമ്മാനമായി നൽകുന്നു. അങ്ങനെ ഇവർ വീണ്ടും പ്രണയിക്കാനും ഒന്നിച്ച് ജീവിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ്. ഇവർ ഇവിടെ ഒന്നിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.